ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്ത് പഠിച്ചു? വ്യഞ്ജനാക്ഷരങ്ങൾ മുഴുവൻ ഹിന്ദിയിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്തൊക്കെയായിരുന്നു വ്യഞ്ജനാക്ഷരങ്ങൾ? ഏതൊക്കെയായിരുന്നു? ഖ ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ ഠ ഠ ഡ ഠ ണ ഥ ഥ ദ ഥ ന പ ഫ ഭ ഫ മ യ ര ല വ ശ ഷ സ ഹ. ഇതൊക്കെയാണ് എന്ത്? വ്യഞ്ജനാക്ഷരങ്ങൾ. ഹിന്ദിയിലുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ ഇതെല്ലാമാണ്. ഇത് വെച്ചിട്ട് വരുന്ന വാക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചു അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. നല്ല കുട്ടികളാണ് നിങ്ങളൊക്കെ, അതൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് അടുത്ത ഒരു ലെറ്റർ നമുക്കിനി അടുത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് വ്യഞ്ജനാക്ഷരമല്ല കേട്ടോ, വേറെ അത് വെച്ചിട്ട് നമ്മൾ മലയാളത്തിലൊക്കെ കൂട്ടക്ഷരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ലേ, അതുപോലുള്ള ഒരു ലെറ്റർ ആണ്. എന്താണെന്നറിയാം? ഇനി അടുത്ത് വന്ന് ഛ. എന്താണത്? ഛ. ഛ എന്നാണ് നമ്മൾ അതിന് പ്രൊനൗൺസ് ചെയ്യുക, ഉച്ചരിക്കുന്നത്. എന്താണ്? ഛ. ആ ഛ എങ്ങനെയാണ് എഴുതുന്നത്? ദേ ഇങ്ങനെ ഇട്ടിട്ട് ഇതാണ് ഛ. എന്താണത്? ഛ. ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്താണ് വായിക്കുന്നതിന്? ഛ. ഇങ്ങനെയാണ് ദേ സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയാൽ വായിക്കുന്നത് എന്താണ്? ഛ. എന്താണ്? ഛ. കായും ഷായും ചേർന്നത് ഛ. എന്താണ്? കായും ഷായും കൂടെ ചേർന്നതാണ്. അത് നമ്മൾ മലയാളത്തിൽ കായും ഷായും കൂടെ ഛ എന്ന് പറയും. ഹിന്ദിയിൽ ഇങ്ങനെ എഴുതുമ്പോൾ അതിനെന്ത് പറയും? ഛ എന്ന് പറയും. ഈ ഛ വെച്ചിട്ട് വരുന്ന വാക്യം എന്താണെന്നറിയോ? ഛാത്ര പേജ് നമ്പർ 38 എടുക്കുക. അതില് ആ പിക്ചർ നോക്കൂ. എന്താണത്? ഒരു നല്ല കവണൊക്കെ വെച്ചിട്ട് നിറയെ മുടിയൊക്കെ വളർത്തിയ ഒരാളാണ് അല്ലേ? അയാളിനെ എന്താണെന്നറിയാ പറയാ? രാജാവാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ തൊപ്പി കിരീടമൊക്കെ വെച്ച് ക്രൗൺ എന്നാണ് കിരീടമൊക്കെ വെച്ചിട്ടുള്ള ആളെ നമ്മൾ പറയുന്നത് രാജാവാണ്. പക്ഷെ ഇത് കിങ് അല്ല. എന്താണെന്നറിയോ? ക്ഷത്രിയ. എന്താണ്? ക്ഷാസെ ക്ഷത്രിയ. ക്ഷത്രിയ എന്ന് പറയുന്നത് യോദ്ധാവ്, യുദ്ധം ചെയ്യുന്ന ആൾ. എന്താണത്? നമ്മൾ പണ്ടത്തെ രാജാക്കന്മാരുടെ കൂടെയൊക്കെ പോയി യുദ്ധം ചെയ്യുന്ന ആളിനെയാണ് പറയുന്നത് എന്താ? ക്ഷാസെ ക്ഷത്രിയ. ഇംഗ്ലീഷ് അതിന് സോൾജിയർ എന്ന്, പട്ടാളക്കാരൻ, യുദ്ധം ചെയ്യുന്ന ആള്. സോൾജിയർ എന്ന് ഇംഗ്ലീഷ് അതിനെന്ത് പറയും? സോൾജിയർ എന്ന് പറയും. ഹിന്ദിയിൽ അതിനെന്ത് പറയും? ക്ഷത്രിയ. യോദ്ധാവ്, യുദ്ധം ചെയ്യുന്ന യോദ്ധാവ്. ക്ഷത്രിയ. എന്താണ്? ക്ഷാസെ ക്ഷത്രിയ. എന്താണ്? ക്ഷാസെ ക്ഷത്രിയ. സോൾജിയർ. ഇതെങ്ങനെയാ വായിക്കുക? ഷ. വായിക്കൂ ടീച്ചറിപ്പം. കുറച്ച് റിസ്ക് ആണ്, നിങ്ങൾക്കൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ലെറ്റർ ആണ്. ഇതിന് എന്താണെന്ന്? ഛ. ഛ. ടീച്ചറിപ്പം പറയൂ. ഛ. ക്ഷാസെ ക്ഷത്രിയ സോൾജിയർ. എന്താണ്? ക്ഷാസെ ക്ഷത്രിയ സോൾജിയർ. ഓക്കെ, അപ്പൊ ഛ വെച്ചിട്ട് പഠിച്ചില്ലേ? ഇനി ഛ കഴിഞ്ഞാൽ അടുത്ത് പഠിക്കുന്ന ലെറ്റർ എന്താണെന്നറിയോ? ത്ര. എന്താണെന്ന്? ത്ര. ക്ഷ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ലെറ്റർ എന്താണ്? ത്ര. അതെങ്ങനെയാണെന്നറിയോ എഴുതുന്നത്? ഇതേപോലെ 1 ഇട്ടിട്ട് ഇതാണ് എന്ത്? ത്ര. ഇങ്ങനെ എഴുതിയാൽ എന്താണത്? നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതാൻ നിങ്ങൾ പഠിച്ചിരുന്നു. താ എന്ന് ഇങ്ങനെ എഴുതാൻ പഠിച്ചിരുന്നു അല്ലെ? ഇതിന് താ എന്ന് പറയാം. പക്ഷെ ഇതിന്റെ പകുതിയും ഇതിനോട് കൂടെ ഒരു സ്ലാൻഡിങ് ലൈനും വരച്ചു കഴിഞ്ഞാൽ എന്തായി? അത് ത്ര എന്ന് ആയി. ഇതെന്താണ്? നമ്മൾ ആദ്യം ഹിന്ദിയിൽ താ എന്ന് ഇങ്ങനെ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒക്കെ അറിയാം. നിങ്ങൾ ഇങ്ങനെ താ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ തായുടെ അതിലെ കുറച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു സ്ലാൻഡിങ് ലൈൻ കൂടെ വരയ്ക്കുന്നു. ഇങ്ങനെ എഴുതുന്നതിന് എന്താണ് വായിക്കുന്നത്? ത്ര. എന്താണത്? ത്ര. ത്ര വെച്ചിട്ടിരുന്ന വേറെ ഏതാണെന്നറിയോ? ത്രാസെ. ആ പിക്ചർ നോക്കൂ, നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും അല്ലെ? ശിവന്റെ കയ്യിൽ എപ്പോഴും ശിവൻ, ഗോഡ്, നമ്മുടെ ദൈവമായിട്ടുള്ള ശിവഭഗവാനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ശിവൻ. അതായത് നിങ്ങളുടെ തൊട്ടുവീഴുള്ള അവരൊന്നുമല്ല, ഈശ്വരനായിട്ടുള്ള ശിവൻ. ശിവഭഗവാന്റെ കയ്യിൽ ഇങ്ങനെയുണ്ടാവും. നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ദേവി ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ദേവിയുടെ കയ്യിലൊക്കെ എന്തുണ്ടാവും? ഈ ഒരു സാധനം ഉണ്ടാവും അല്ലെ? മഹിഷാസുരനെ മർദ്ദിച്ച കാളി ദേവി, അതിന്റെ കയ്യിലും ഈ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ കുത്തി ഇറക്കിയിട്ടായിരുന്നു എന്താണ് ആ മഹിഷാസുരനെ ദേവിയൊക്കെ കൊന്നത്. അങ്ങനെ ദൈവങ്ങളുടെ കയ്യിലൊക്കെ ഈ ഒരു സാധനമുണ്ട്. ശിവന്റെ കയ്യിലുണ്ട്, ദേവിയുടെ കയ്യിലുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ. വിഷ്ണുവിന്റെ ഉണ്ട് എന്നല്ല, ശിവഭഗവാന്റെ കയ്യിലുണ്ട്, ദേവിയുടെ കയ്യിലും എന്തുണ്ട്? ഈ ഒരു സാധനമുണ്ട്. അതിനെന്താണെന്നറിയാം പറയാം? എന്താണത്?
തൃശൂൽ, തൃശൂലം എന്ന് പറയും. എന്താണത്? തൃശൂലം എന്ന് നമ്മള് അതിന് പറയും, മലയാളത്തിൽ പറയും. അതിന് ഹിന്ദിയിൽ എന്ത് പറയും? ത്രാസെ തൃശൂൽ. അതിന് ഹിന്ദിയിൽ എന്താ ഇങ്ങനെ തന്നെയാ പറയാ? തൃശൂൽ, ത്രാസെ തൃശൂൽ. എന്താണത് വായിക്കും? ഇങ്ങനെ എഴുതിയാൽ എന്താ വായിക്കും? ത്ര. എന്താണത്? ത്ര. ത്ര വെച്ചിട്ട് വരുന്ന വാക്കേതാ? ത്രാസെ തൃശൂൽ. എന്താണത്? തൃശൂൽ. ഇംഗ്ലീഷ് അതിന് ട്രൈഡന്റ് എന്ന് പറയും. ട്രൈഡന്റ്. ഇംഗ്ലീഷ് അതിന് എന്ത് പറയും? ട്രൈഡന്റ് എന്ന് പറയും. ഹിന്ദിയിൽ അതിന് എന്ത് പറയും? തൃശൂൽ. ത്രാസെ തൃശൂൽ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ഇങ്ങനെ എഴുതൽ എന്ത് നമ്മൾ വായിക്കും? ക്ഷ. ക്ഷാസെ ക്ഷത്രിയ. ഇങ്ങനെ എഴുതൽ ത്ര എന്ന് വായിക്കും. ത്രാസെ തൃശൂൽ. എന്താണ്? ത്രാസെ തൃശൂൽ. ആ പേജ് നമ്പറിൽ വീണ്ടും ഉണ്ട്, രംഗ് പറയുന്നുണ്ട്. നമ്മൾ അവിടെ എന്ത് ചെയ്യണം? കളർ കൊടുക്കുക. കളർ കൊടുത്തതിന് ശേഷം സ്ലേറ്റിലൊക്കെ ഇത് നല്ലപോലെ എഴുതി പഠിക്കുകയും ചെയ്യണം. അതേപോലെ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ച് പഠിക്കുകയും ചെയ്യണം. ഓക്കെ.